തെരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ദീർഘകാലത്തേന് നടത്തുന്ന നിക്ഷേപങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിഷ്യൽ ആകുക, അല്ലെങ്കിൽ കൂടുതൽ ലാഭം നേടിക്കൊടുക്കുക എന്നതിനെക്കുറിച്ച് പല വീഡിയോകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ മിഡ് ക്യാപ്പ് ഫണ്ടുകളുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ 62% കൂടുതൽ റിട്ടേൺസ് നേടിക്കൊടുത്ത മിഡ് ക്യാപ്പ് ഫണ്ടുകളെ കുറിച്ച് നമ്മുടെ ആ വീഡിയോയിൽ പറയുകയുണ്ടായി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുടെ അമ്പരപ്പിക്കുന്ന പെർഫോമൻസിനെ കുറിച്ചാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തിരഞ്ഞെടുത്ത ചില സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രയൊക്കെ റിട്ടേൺസ് ഇപ്പോൾ ലഭിച്ചേനെ, ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് എത്ര ഇരട്ടി ലാഭമാണ് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 1200ഓളം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ 90% വീഡിയോകളും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഫുൾ ടൈം ഇൻവെസ്റ്ററാണ്. അതോടൊപ്പം തന്നെ ഫൈനാൻസ് സെക്ടറിൽ, എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 25 വർഷക്കാലത്തോളം ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിലും, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്ത്, സ്പെഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പറേഷൻ, ഫണ്ട് മാനേജ്മെൻറ്റ്, ഇതേപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്ത പരിചയ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും. നമ്മൾ സംസാരിച്ചു വന്നത് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു തരാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ. സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുടെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ പെർഫോമൻസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് 4 സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുടെ പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് ജനുവരി 2013 ഈ ഫണ്ട് ലോഞ്ച് ചെയ്തത്. ഈ ഫണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിൽ 1 ലക്ഷം രൂപ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ നിക്ഷേപ തുകയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 30 ലക്ഷം രൂപയാണ്. അതായത് ഏകദേശം 11 വർഷം കൊണ്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപം 30 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. നിപ്പോൺ സ്മോൾ ക്യാപ്പ് ഫണ്ട് സെപ്റ്റംബർ 2010 സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് നിങ്ങൾ 1 ലക്ഷം രൂപ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷം രൂപയിൽ കൂടുതലാണ്. ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ട് നവംബർ 2013 സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ നിക്ഷേപ തുകയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 12,54,000 രൂപയാണ്. ഈ കാറ്റഗറിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മറ്റൊരു ഫണ്ടാണ് SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഈ ഫണ്ടുകളെല്ലാം വളരെ അതിശയകരമായിട്ടുള്ള ഒരു റിട്ടേൺസ് ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഫണ്ടുകളിൽ മാർച്ച് 2020 കാലഘട്ടങ്ങളിൽ, അതായത് കോവിഡിൻ്റെ കാലത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്ന നിക്ഷേപകർക്ക് 4 വർഷം കൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഏകദേശം 10 ഇരട്ടിയോളം ആയിട്ടുണ്ട്. കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഏകദേശം 9.83 ഇരട്ടിയും, നിപ്പോൺ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഏകദേശം 8 ഇരട്ടിയും, ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഏകദേശം 5 ഇരട്ടിയോളം നിങ്ങളുടെ നിക്ഷേപമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലുള്ള നിക്ഷേപം ഇത്ര ഇരട്ടി റിട്ടേൺസ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്? അതോടൊപ്പം തന്നെ ഞാൻ ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ, അതായത് 10 വർഷം മുന്നെയോ അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്തോ ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിന് എത്ര ഇരട്ടി ലാഭമാണ് എനിക്ക് ലഭിച്ചതെന്നുള്ള കാര്യവും വിശദമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെയും റിസ്ക് പ്രൊഫൈലിനെയും അതേപോലെ റിട്ടേൺ എക്സ്പെക്റ്റേഷനെയും ബേസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു അഡ്വൈസിൻ്റെ ബേസിൽ വേണം നമ്മൾ നിക്ഷേപം നടത്തുവാൻ. മ്യൂച്വൽ ഫണ്ടുകൾ വളരെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്ത് അതിൽ ലഭിക്കുന്ന വിവരങ്ങൾ കൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ പല സമയങ്ങളിലും നിങ്ങൾക്ക് നഷ്ടം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ എപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെ, അതോടൊപ്പം തന്നെ ഈ നിക്ഷേപങ്ങൾ
പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുവാനായിട്ട് ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുക. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോയിൽ നേരത്തെ മെൻഷൻ ചെയ്ത 4 സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ എങ്ങനെയാണ് ബെസ്റ്റ് പെർഫോമൻസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് 7 ജനുവരി 2013 ലോഞ്ച് ചെയ്തത്. ഇപ്പം ഞാനിവിടെ 2 തരത്തിൽ ഇതിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കോവിഡിനോടനുബന്ധിച്ച് 2020 മാർച്ച് ലാസ്റ്റ് വീക്കിലാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരുപാട് കറക്റ്റ് ചെയ്തത്. അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഫണ്ടിൻ്റെ NAV ഏറ്റവും കുറഞ്ഞ, അതായത് കോവിഡിൻ്റെ സമയത്ത് മാർച്ച് 2020 25, 27 തീയതികളിലാണ് ഇതിൻ്റെ NAV ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ വന്നത്. കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ NAV 30 രൂപ 13 പൈസയായിരുന്നു. ആ ദിവസം 1 ലക്ഷം രൂപ ഒരു വ്യക്തി നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ, ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 9,83,000 രൂപയുണ്ടായേനെ. അത് ഏകദേശം 883% ആബ്സല്യൂട്ട് റിട്ടേൺ ആണ്. അദ്ദേഹം ഈ ഫണ്ടിൻ്റെ ഇൻസെപ്ഷനിൽ, അതായത് ജനുവരി 2013 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഇന്ന് 29,63,000 രൂപ വന്നേനെ. ഏകദേശം 2,863% ആബ്സല്യൂട്ട് റിട്ടേൺ ആണ്. ഈ ഫണ്ട് ഏകദേശം 20% CAGR നൽകിയിട്ടുണ്ട്, ആനുവൽ ഗ്രോത്ത് റേറ്റ്. നിപ്പോൺ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ കോവിഡിൻ്റെ സമയത്ത് 1 ലക്ഷം രൂപ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ അന്നത്തെ NAV 25 രൂപ 67 പൈസയാണ്. ഇന്നത്തെ അതിൻ്റെ വാല്യൂ 7,84,924. ഈ ഫണ്ട് തുടങ്ങിയ സമയത്ത്, അതായത് സെപ്റ്റംബർ 2010 1 ലക്ഷം രൂപ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഇന്ന് 20,14,000 രൂപയാണ്. ഈ ഫണ്ടിൻ്റെ CAGR ഏകദേശം 23.46%. ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് 25 മാർച്ച് 2020 26 രൂപ 12 പൈസയായിരുന്നു NAV. ഇന്നത്തെ അതിൻ്റെ NAV 125 രൂപ 45 പൈസയാണ്. കോവിഡിൻ്റെ സമയത്ത് 1 ലക്ഷം രൂപ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ നിക്ഷേപത്തിൻ്റെ വില എന്ന് പറയുന്നത് 4,80,000 രൂപയാണ്. ഈ ഫണ്ടിൻ്റെ ലോഞ്ച് ടൈമിൽ, അതായത് നവംബർ 2013 ഈ ഫണ്ടിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ 12,54,000 രൂപയാണ്. ഏകദേശം 24%ആണ് ഇതിൻ്റെ CAGR. അതേപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു സ്കീമാണ് SBIയുടെ സ്മോൾ ക്യാപ് ഫണ്ട്. അത് ഏകദേശം 26% CAGR കൊടുത്തിട്ടുണ്ട്. സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നു. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ റിട്ടേൺസ് എല്ലാം കഴിഞ്ഞ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് ആണ്. ഇത് ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല. നമ്മളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ഇന്ത്യ സ്മോളർ കമ്പനീസ് ഫണ്ടിൽ 2017 മുതൽ ഒരു 3,000 രൂപ ഞാൻ SIP നടത്തുന്നുണ്ട്. ഇത് ഏകദേശം 3,06,000 രൂപയോളമാണ് ഞാൻ SIP നടത്തിയിരിക്കുന്ന എമൗണ്ട്. ഇപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 9,03,000 രൂപയുണ്ട്. ഇതിൻ്റെ ഒരു കാൽക്കുലേറ്ററിൽ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 3,000 രൂപ വീതം SIP നടത്തി ഏകദേശം 8 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ എമൗണ്ട് 9,07,000 രൂപയായി. ഇതിൽ വർക്കൗട്ട് ചെയ്യുന്ന CAGR എന്ന് പറയുന്നത് ഏകദേശം 25%. ഈ 3,000 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെക്കറിംഗ് ഡെപ്പോസിറ്റിലാണ് ഞാൻ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ എനിക്ക് 6.5% ഇൻട്രസ്റ്റ് ലഭിച്ചേനെ. 8 വർഷം കഴിയുമ്പോൾ എൻ്റെ എമൗണ്ട് വെറും 3,77,000 ആയേനെ. എന്നാൽ ഈ മന്ത്ലി 3,000 രൂപ ഫ്രാങ്ക്ലിൻ ഇന്ത്യ സ്മോളർ ക്യാപ് കമ്പനീസ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയത് കാരണം എനിക്ക് ഏകദേശം 9 ലക്ഷം രൂപയോളം അതിൽ നിന്ന് ഇന്നത്തെ വാല്യൂ ആണ് ഞാൻ പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ ICICI പ്രൊഡൻഷ്യൽ സ്മോൾ ക്യാപ് ഫണ്ടിൽ 26 ജൂൺ 2014 അത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നടത്തിയ നിക്ഷേപം ഇന്ന് ഏകദേശം 5 ഇരട്ടിയിൽ കൂടുതലായി. ഈ നിക്ഷേപത്തിൻ്റെ CAGR ഏകദേശം 18% കൂടുതലാണ്. ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടിൽ 2021 സ്റ്റാർട്ട് ചെയ്ത ഒരു SIP 3,000 രൂപ വീതമുള്ള ഒരു SIP ആണ്. നിക്ഷേപം നടത്തിയിരിക്കുന്നത് 1,14,000 രൂപ. ഇന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 2,11,000 രൂപയുണ്ട്. HDFC സ്മോൾ ക്യാപ് ഫണ്ടിൽ 2017 നടത്തിയ ഒരു നിക്ഷേപം, ഇന്ന് ആ നിക്ഷേപം ഏകദേശം 5.3 ടൈംസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതായത് 10,000 രൂപ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് ഏകദേശം 53,000 രൂപയോളമായിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള CAGR എന്ന് പറയുന്നത് 25%. എങ്ങനെയാണ് കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ NAV ഗ്രോ ചെയ്തിരിക്കുന്നതെന്ന് ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ.
ഞാൻ പറഞ്ഞത് കോവിഡ് സമയം, ഏകദേശം ഈ പോയിൻ്റാണ് കോവിഡ് സമയത്ത് ഈ ഫണ്ടിൻ്റെ NAV 31 രൂപ റേഞ്ചിലായിരുന്നു. അവിടുന്ന് ഈ ഫണ്ടിൻ്റെ NAV ഇൻക്രീസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ചില സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഈ പോയിന്റിലൊക്കെ NAV കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നോക്കുക എത്ര ഫാസ്റ്റായിട്ടാണ് അത് റിക്കവർ ചെയ്ത് NAV മുകളിലേക്ക് പോയിരിക്കുന്നതെന്ന് നോക്കുക. ഈ പോയിന്റിൽ നമ്മൾ നോക്കിയാൽ ഒരു മാസം മുന്നേ നമ്മുടെ മാർക്കറ്റിലുണ്ടായ കറക്ഷനാണ്. കറക്ഷന് ശേഷം എത്ര ഫാസ്റ്റായിട്ടാണ് ഇത് റിക്കവർ ചെയ്ത് ഇതിൻ്റെ NAV 296 രൂപയിൽ എത്തിയതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ NAVയുടെ ഗ്രാഫാണ്. നോക്കുക, ഇത് ആനുവലൈസ്ഡ് റിട്ടേൺ ഏകദേശം 28% ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് കോവിഡിൻ്റെ സമയത്ത് ഈ NAV കറക്റ്റ് ചെയ്ത് നമ്മൾ ആ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 26 രൂപ അടുത്താണ് NAV. ഇവിടെ നിന്ന് ഈ ഫണ്ടിൻ്റെ NAV മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇത് കാണാം നമുക്ക് ഈ ഗ്രാഫിൽ. ഇടയ്ക്ക് ചെറിയ ചെറിയ കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ആ കറക്ഷൻസിനെ എല്ലാം മറികടന്നിട്ട് ഈ NAV മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു മാസം മുന്നേ മാർക്കറ്റിലുണ്ടായ കറക്ഷന് ശേഷവും വളരെ ഫാസ്റ്റായിട്ട് ഇതിൻ്റെ NAV റിക്കവർ ചെയ്ത് ഇപ്പോൾ 201 രൂപ 79 പൈസ ഈ ഫണ്ടിൻ്റെ NAV ആയിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ഇതേപോലെയുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് ഇതേപോലെയുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപങ്ങൾ നടത്തിയാൽ നമ്മുടെ ഇന്ത്യയുടെ സമ്പദ്ഘടന വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഗ്രാഫ് പോലെ തന്നെ നിങ്ങളുടെ സമ്പാദ്യവും വളരണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ തിരഞ്ഞെടുത്ത് എത്രയും ഏർലി ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അത്രയും നല്ലതാണ്. വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും മ്യൂച്വൽ ഫണ്ടുകളിൽ ഓൾറെഡി നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകളാകാം. ഇനിയും ഇന്ത്യയിൽ ഏകദേശം 142 കോടിയോളം ജനങ്ങൾ ഇനിയും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് അറിയുവാനും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ലേറ്റ് ആയിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിൽ നല്ല ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ എങ്ങനെയാണ് നമ്മുടെ പണം അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നിക്ഷേപം മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഈ വിശദീകരിച്ച ഫണ്ടുകളിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 4 വർഷം കൊണ്ടോ ഇത്ര ഇരട്ടി ലാഭം ലഭിച്ചു എന്ന് കരുതി നമ്മൾ നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളിലെല്ലാം ഇത്രയും ലാഭം ലഭിക്കണമെന്നില്ല. നമുക്ക് ലഭിക്കുന്ന ഗെയിൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചും അതോടൊപ്പം തന്നെ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെയും ബേസ് ചെയ്തിട്ടാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തിയാൽ നമുക്ക് കൂടുതൽ ലാഭം ലഭിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുവാനുണ്ട്. ഇതിലെ ഡെവലപ്മെൻറ്റുകളെല്ലാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ വളരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ നിക്ഷേപവും വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് റൂട്ട് വഴിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെയോ നിക്ഷേപം നടത്താം. അതിൻ്റെ റിസ്കുകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നിക്ഷേപങ്ങൾ നടത്തുവാൻ. ഞാനിവിടെ പല ഫണ്ടുകളുടെയും പേര് മെൻഷൻ ചെയ്തു. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. പറയുന്ന ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉള്ള ഒരു റിട്ടേൺസ് ലഭിക്കുമെന്നുള്ളതിൽ ഗ്യാരണ്ടി ഇല്ല. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അനുദിനം നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമായി ചേരുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ഒരു മെസ്സേജ് അയയ്ക്കുക. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.